ഭാരതീയ ജനതാ പാർട്ടിയുടെ സമുന്നത നേതാവായിരുന്ന ശ്രീ സന്ദീപ് വാര്യർ ആ പാർട്ടിയോട് വിടചൊല്ലി കോൺഗ്രസിൽ ചേർന്നു. അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ സ്നേഹത്തിൻ്റെ കടയിൽ ഞാൻ ചേർന്നു എന്നുള്ളതാണ്. സന്ദീപ് വാര്യർ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു BJP നേതാവും ജനങ്ങളുടെ ഇടയിലും പ്രവർത്തകരുടെ ഇടയിലും വളരെയേറെ സ്വാധീനമുള്ള വ്യക്തിയുമായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ചെന്നുപെട്ടത് സ്നേഹത്തിൻ്റെ കട എന്നാണ് പറയുന്നത്. ഈ കട സ്നേഹത്തിൻ്റെ കടയാണോ എന്ന് ഒരു പരിശോധനയാണ് ഇവിടെ നടത്താൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് കോൺഗ്രസ് ഖിലാഫത്ത് സമരത്തെ മൊത്തത്തിൽ തുർക്കിയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. അത് കേരളത്തിലും അതിൻ്റെ കുറേ ഭാഗം കിട്ടി. ആ കിട്ടിയത് എന്തെന്ന് വെച്ചാൽ 1921 മാപ്പിള ലഹള. അതിൻ്റെ ഫലമായിട്ട് 10,000-കണക്കിന് ഹിന്ദുക്കൾ മതപരിവർത്തനത്തിനും കൊലപാതകത്തിനും ഒക്കെ ഇരയായി കഷ്ടത അനുഭവിച്ചു ജീവിച്ചു. ആ ഒരു പ്രദേശം തന്നെ ഒരു ഹൈന്ദവ ന്യൂനപക്ഷ പ്രദേശമായി മാറുകയും ചെയ്തു. അതിനുശേഷം നമുക്ക് സ്വാതന്ത്ര്യം സമരമൊക്കെ നടത്തി സ്വാതന്ത്ര്യം ലഭ്യമായി. എങ്ങനെയാണ് കിട്ടിയത്? ഇന്ത്യ 3 കഷണങ്ങളായി. അപ്പോൾ കോൺഗ്രസ് ഈ കച്ചവടത്തിൻ്റെ സൗകര്യത്തിനായിട്ട് ഇന്ത്യയെ 3ആയിട്ട് മുറിക്കാൻ നിന്നുകൊടുത്തു. അന്ന് പാകിസ്ഥാൻ, കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ഇന്ത്യയും. അപ്പോൾ ഇന്ത്യക്ക് കിട്ടിയ കഷ്ണം പൂർണ്ണമായിട്ടും വിലയ്ക്ക് കിട്ടിയോ? ഇല്ല, അതുമില്ല. ജമ്മു കാശ്മീർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ പ്രത്യേക പദവി നൽകി പാകിസ്ഥാൻ എപ്പോൾ വേണമെങ്കിലും കൈയടക്കത്തക്ക നിലയിൽ ആക്കിക്കൊടുത്തു. ആർട്ടിക്കിൾ 370 എന്നൊരു ആർട്ടിക്കിൾ ഭരണഘടനയിൽ എഴുതി ചേർത്തതിൻ്റെ ഫലമായിട്ട്. അപ്പോൾ അങ്ങനെയും അവിടെ കച്ചവടം നടന്നു. പിന്നീട് നെഹ്റുവിൻ്റെ ഭരണകാലത്ത് ചൈന ഇന്ത്യയെ ആക്രമിച്ചു കുറേ ഭാഗം കൈയടക്കി. പാർലമെൻറ്റിൽ അദ്ദേഹത്തെ വിമർശിച്ചു, ഇതെന്താണ് തിരിച്ചു പിടിക്കുന്നില്ലേ? അപ്പോൾ നെഹ്റു പറഞ്ഞത്, ഇറ്റ്സ് എ ബാരൻ ലാൻഡ്, നോ ബ്ലേഡ് ഓഫ് ഗ്രാസ് വിൽ ഗ്രോ ദെയർ. ഇതൊരു മരുപ്രദേശമാണ്, ഒരു പുൽക്കൊടി പോലും അവിടെ മുളയ്ക്കില്ല. അങ്ങനെ ചൈനയ്ക്ക് കുറേ ഭാഗം അദ്ദേഹം ഗിഫ്റ്റായിട്ട് കൊടുത്തു. തിരിച്ചു പിടിക്കാവുന്നതായിരുന്നു. പിന്നീട് നമുക്കറിയാം, സോണിയാജിയും മകനും കൂടെ ചേർന്ന് ചൈനയിൽ പോയി ചൈനയുടെ കുറേ ഭാഗത്തോട് ഇന്ത്യയെ കുറേ ഭാഗം ചേർക്കുന്നതിനുള്ള ഡീൽ ഉറപ്പിച്ച് പൈസ കിട്ടി വന്ന വിവരമൊക്കെ നമുക്ക് അറിയാം. അതേപോലെ തന്നെ ഇപ്പോൾ ഭാരതത്തിലെ പല സ്ഥലങ്ങളിലും വിഘടനവാദത്തിന് കോൺഗ്രസ് കൂട്ടുനിൽക്കുന്നതായിട്ട് നമുക്കറിയാം. കേരളത്തിൻ്റെ സിംഹഭാഗവും കർണാടകയുടെ കുറേ ഭാഗവും കൂടെ ചേർത്തൊരു മലബാർ സംസ്ഥാനം രൂപീകരിക്കാനുള്ള മുസ്ലിം ലീഗിൻ്റെ ശ്രമത്തിന് കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ട്. BJP ഭരണത്തിലില്ലായിരുന്നെങ്കിൽ ഇതിനകം അത് രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു പോയേനെ. അപ്പോൾ പുറത്തുനിന്ന് ഉള്ള കുറേ രാഷ്ട്രങ്ങൾക്ക്, പാകിസ്ഥാൻ, അതേപോലെ ചൈന തുടങ്ങിയുള്ള രാഷ്ട്രങ്ങൾക്ക് ഇന്ത്യയുടെ ഭാഗം വിട്ടുകൊടുക്കുന്നു. പിന്നെ ഇപ്പോൾ അകത്തും ഈ കച്ചവടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ വലിയൊരു ഡീല് സോണിയാജി ഉറപ്പിക്കാൻ ശ്രമിച്ചു. അതായത് ചൈനയും പാകിസ്ഥാനും ഇന്ത്യയും അതിർത്തി പങ്കിടുന്ന ഹിമാലയത്തിലെ ഉയർന്ന സ്ഥാനം, ഭൂപ്രദേശം പാകിസ്ഥാന് കൊടുത്ത് ലോക ജനതയുടെ കയ്യടി മേടിക്കാനും എന്തൊക്കെയോ അവാർഡോ രത്നമോ ഒക്കെ മേടിക്കാനുള്ളൊരു പരിശ്രമം വല്യമ്മ നടത്തി. പക്ഷേ പട്ടാളം അതിനെ എതിർത്തു. അത് വളരെ തന്ത്രപ്രധാനമായൊരു സ്ഥാനമാണ്. പട്ടാളം ഈ അമ്മച്ചിയുടെ നേർക്ക് തോക്കെടുക്കും എന്ന സ്ഥിതി വന്നപ്പോഴാണ് അമ്മച്ചി അതിൽ നിന്ന് പിൻവാങ്ങിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഭാരതത്തിനകത്തും പുറത്തും
ഇന്ത്യയുടെ ഭാഗങ്ങൾ വിട്ടുകൊടുത്തും ഇന്ത്യയെ പല കഷ്ണങ്ങളായി വിഭജിച്ചും നല്ല രീതിയിൽ കോൺഗ്രസ് കച്ചവടം നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥലത്താണ് നമ്മുടെ സന്ദീപ് ചെന്ന് ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ വലിയ ഒരു ഡീൽ ഉറപ്പിച്ചു നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വഖഫ് നിയമത്തിലൂടെ ഇന്ത്യയെ മൊത്തത്തിൽ ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റുകൾക്ക് തീറെഴുതി കൊടുത്ത നിലയിൽ വഖഫ് നിയമത്തെ കൊണ്ടുവന്നു. അതിൻ്റെ തിക്തഫലവും ഭാരതത്തിൽ എല്ലായിടത്തും അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. BJP ഭരണത്തിലില്ലായിരുന്നു എങ്കിൽ ഈ വഖഫ് ബോർഡിന് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും ക്രമേണ വഖഫ് ബോർഡിൻ്റെ അധീനതയിൽ കൊണ്ടുവരുമായിരുന്നു. കാരണം അതിനെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ കോൺഗ്രസ് നടപടിയെടുക്കുമോ? ഒരിക്കലും എടുക്കില്ല. മറ്റേതെങ്കിലും പാർട്ടികൾ എടുക്കുമോ? എടുക്കില്ല. കാര്യം മുസ്ലിം വോട്ട് പോകുമെന്ന ഭയം കൊണ്ട് ആരും ഈ വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് വഖഫ് ബോർഡ് നിയമ നടപടികൾ, അവരുടേതായ നിയമ നടപടികൾ, അതായത് നോട്ടീസ് കൊടുക്കുക, കൈവശപ്പെടുത്തുക, ആ നടപടികളിലൂടെ ഇതെല്ലാം കൈയടക്കം ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നടന്നില്ല. അപ്പോൾ അങ്ങനെ ചില്ലറയായും മൊത്തത്തിലും ഭാരതത്തെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് നമ്മുടെ സന്ദീപ് വാര്യർ ചെന്നപ്പെട്ടത് എന്നുള്ളത് നമ്മൾ ദുഃഖത്തോടു കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഈ രാഹുൽ ഗാന്ധി വിദേശത്ത് പോയല്ലോ. അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ പരിപാടി എന്തായിരുന്നു? ഇന്ത്യയെ ആക്ഷേപിക്കുക, എന്നിട്ട് ഇന്ത്യക്കകത്ത് വിഘടനവാദം സൃഷ്ടിക്കുക, ഈ കട്ടിംഗ് സൗത്ത് പോലുള്ള ഡിമാൻഡുകളെ ശക്തിപ്പെടുത്തുക, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇന്ത്യയെ മൊത്തമായും ചില്ലറയായും വിൽക്കുന്ന പാർട്ടികൾ ആണ് കോൺഗ്രസ്. അതിനോടൊപ്പമാണ് മിസ്റ്റർ സന്ദീപ് വാര്യർ ചെന്നപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയോഗത്തിൻ്റെ പ്രസക്തി എനിക്ക് അപ്പോഴാണ് ബോധ്യപ്പെട്ടത്. ഞാൻ സ്നേഹത്തിൻ്റെ കടയിലാണ്. സ്നേഹമാണ് ഇവിടുത്തെ തീവ്രവാദികളോടുള്ള സ്നേഹം, നമ്മുടെ വിദേശത്തെ ഉള്ള നമ്മെ എതിർക്കുന്ന ശക്തികളോടുള്ള സ്നേഹം. അങ്ങനെ നമ്മൾ സ്നേഹം ഇങ്ങനെ വഴിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. അങ്ങനെയുള്ളൊരു കടയിലാണ് ചെന്നുപെട്ടത്. പക്ഷേ ഭാരതത്തിന് ദോഷകരമായിട്ടാണ്, ഇന്ത്യൻ ജനതയ്ക്ക് ഒന്നാകെ ദോഷകരമായിട്ടാണ് ഈ കച്ചവടം എന്നുള്ളത് പാവം വാര്യർ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഏതായാലും സന്ദീപ് വാര്യർ പാർട്ടി വിട്ടു. പാർട്ടി വിട്ടത് ഒരു വല്ലാത്ത ഘട്ടത്തിലായിപ്പോയിരുന്നു. അതായത് BJPക്ക് പാലക്കാട്ടിൽ നിന്നും ഒരു MLA കിട്ടും എന്ന സ്ഥിതിവിശേഷം വന്ന ഒരു അവസ്ഥ. അപ്പോഴാണ് ഇദ്ദേഹം ഈ ചതിവ് ചെയ്തത്. സുരേന്ദ്രൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജൂനിയർ മാൻഡ്രോക്കായിട്ടാണ് സന്ദീപ് വാര്യർ ഉപമിച്ചിരിക്കുന്നത്. ജൂനിയർ മാൻഡ്രോക്ക് എവിടെയുണ്ടോ ആ ഭാഗം മുടിയും. അപ്പോൾ BJP ഇതുവരെ എഴുമ്പേറാതിരുന്നത് സന്ദീപ് വാര്യർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് വ്യംഗ്യാന്തരേണ സുരേന്ദ്രൻ അവതരിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, കോൺഗ്രസിനൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം എന്നുള്ളത്. ഏതായാലും ഈ സുരേന്ദ്രൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഈ ജൂനിയർ മാൻഡ്രോക്ക് BJP ജയിച്ചു കഴിഞ്ഞാൽ സുരേന്ദ്രൻ്റെ ഉപമ അങ്ങേയറ്റം അന്വർത്ഥമാകും. കാര്യം ഈ ഒരു ബാന്ധ ഒഴിവായി BJPക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചു. ഇനി ഒരുപക്ഷെ ഏതെങ്കിലും കാരണവശാൽ BJP തോറ്റുപോയാൽ സന്ദീപ് വാര്യർക്ക് ഒരു നല്ല പേര് കിട്ടില്ല. കാരണം അവസാന ഘട്ടത്തിൽ, ഒരു വിജയത്തിൻ്റെ പടിവാതിക്കൽ വരെ എത്തിയ ഘട്ടത്തിൽ ചതിച്ചിട്ട് പോയ ഒരു ആള് എന്നുള്ള ഒരു പേരേ കിട്ടും. അതായത് നമ്മുടെ ചതിയൻ ചന്തുവിൻ്റെ സ്ഥാനമായിരിക്കും സന്ദീപ് വാര്യർക്ക് ലഭിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചാലും ഒന്നുകിൽ സന്ദീപ് വാര്യർക്ക് ജൂനിയർ മാൻഡ്രേക്ക്, അല്ലെങ്കിൽ ചതിയൻ ചന്തു എന്നുള്ള പേര് മാറ്റിയിട്ട് നമുക്ക് ചതിയൻ വാര്യർ എന്നാക്കാം. അപ്പം ഒന്നുകിൽ ചതിയൻ വാര്യർ അല്ലെങ്കിൽ ചതിയൻ ചന്തു, ഇത് രണ്ടിലേതെങ്കിലും ഒരു സ്ഥാനം അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും കോൺഗ്രസിൽ ചേർന്ന് അവരുടെ കച്ചവടത്തിൽ പങ്കാളിയായി കൂടുതൽ ധനം ഒക്കെ സമ്പാദിക്കട്ടെ. ചൈനയിലും
അതുപോലെ പാകിസ്ഥാനിലുമൊക്കെ പോയി അവരുടെയൊക്കെ കണ്ണിലുണ്ണിയായി സ്നേഹം ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പം വാര്യരും ആ കച്ചവടം നന്നായി നടത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു.